അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കറി വെക്കാനായി ഒരു മുതലേ വാങ്ങിക്കാനായിട്ട് ഞാനും രതീഷായിട്ടും നജീബും കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ തായ്ലാൻഡ് ബാങ്കോക്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പട്ടായയിൽ എത്തിയിട്ടുണ്ട്. പട്ടായയിൽ ഇവിടെ കോസി റൂംസ് എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയുടെ ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമുക്ക് മുതലിനെ വാങ്ങിക്കാനുള്ള സ്ഥലം നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 100-200 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഈ ട്രിപ്പൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. രതീഷാറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം തായ്ലാൻഡ് കൊണ്ടുവന്ന ട്രിപ്പൻസ് എന്ന് പറഞ്ഞ ടീം നമ്മളിവിടെ റൂം എടുത്തെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് റൂമിന് വാടകയൊന്നും കൊടുക്കണ്ട, ഞങ്ങളതിനെ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് സ്നേഹം നമ്മളോട് വന്നപ്പോൾ അവരാണ് തായ്ലാൻഡിൻ്റെ ടീമുകളാണല്ലോ. അവരൊക്കെ തായ്ലാൻഡിലേക്ക് ട്രിപ്പ് കൊണ്ടുവരുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് റൂമിന് വാടകയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇല്ല രതീഷേട്ടാ, മറ്റവർ വിളിച്ച് നമ്മളെ വാടകയൊന്നും കൊടുക്കണ്ട പറഞ്ഞില്ലേ? അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി ബസ്സിലാണ് പോണത് കേട്ടാ. ബസ് പറഞ്ഞാൽ സാധാരണ ഇതണ്ടാ ഇതുപോലത്തെ ബസ്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ നമ്മൾ പോണത് അവിടെ ഒരു വേന പോലത്തെ സാധനങ്ങൾ നിൽക്കുന്നുണ്ടാ, അതിലാണ് നമ്മൾ പോണത്. അപ്പോൾ ചെറിയ ബസ്സാണ്, നമുക്ക് ചെറിയ പൈസക്ക് നമുക്ക് എല്ലാവരുടെയും പോകാലോ. ബസ്സിൽ ചെറിയ പൈസയേ ഉള്ളൂ ബസ്സിലൊക്കെ യാത്രയാണെങ്കിൽ. ടാക്സിയിലാണെങ്കിൽ കൂടുതൽ പൈസ ഉണ്ട് അല്ലേ? ടാക്സി പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വാഹനം എടുത്ത് പോകാനുള്ള, അതുകൊണ്ട് ഇത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മുതലിനെ പോയി നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങി അവിടെ തന്നെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കുക്ക് ചെയ്യാം അല്ലേ? അപ്പം നേരെ നമ്മൾ മുതലിനെ വാങ്ങിക്കാനായിട്ട് നമുക്ക് പോവാം അല്ലേ? തായ്ലാൻഡ് ശരിക്കും നമ്മുടെ കേരളം പോലെ എല്ലാം എന്താ, കേരളത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ശരിക്കും കേരളം പോലെ ഉണ്ട് തായ്ലാൻഡ് കേട്ടാ അല്ലേ? മലയും സംഭവങ്ങളൊക്കെ ആയിട്ടില്ല ചേട്ടാ, ശരിക്കും കേരളത്തിൻ്റെ ഒരു ഫീലാണ് കേട്ടോ തായ്ലാൻഡ്. ഞാൻ ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചു, വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചു. പക്ഷെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ വന്ന് ഇറങ്ങിയ പോലെ ശരിക്കും ഗ്രാമങ്ങളല്ലേ? ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട്. കേരളത്തിലുള്ള തെങ്ങുകളില്ലേ, തെങ്ങ് സംഭവം, വാഴ, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കോവയ്ക്ക എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ മുതലിനെ അന്വേഷിച്ച് ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മൾ തന്നെ സ്വന്തം അന്വേഷിക്കാനട്ടാ. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ മുതലിൻ്റെ ഒരു ഫാമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയണത് ഒരു 10-40 കിലോ ആ സൈസിലുള്ള സാധനമാണ് അല്ലേ രതീഷേട്ടാ? ഒരു 10-40 കിലോ സൈസിലുള്ള സാധനമാണ് പറയുന്നത്. നമ്മൾക്കാണെങ്കിൽ വലുതരണം വേണം, അതാണ് നമ്മുടെ ലക്ഷ്യം. നജീബേ, അപ്പോൾ ഇവിടെ ഒരാളെ ഒരു ചേച്ചി നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവർ നമുക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. എന്തായാലും പോയി നോക്കാം അല്ലേ? വലുതാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ഒന്ന് വാങ്ങാം. അങ്ങനെ 2 മുതലുണ്ടാകും ഇവിടെ. ഒറിജിനൽ മുതലാണ് തോന്നുന്നുണ്ടാ അല്ലേ? മുതലിൻ്റെ കൂട് വേണ്ടാ, ഒറിജിനൽ തന്നെ സാധനം, ഒറിജിനൽ തന്നെ എംബാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? എന്തോ ചെയ്തിരിക്കണമെന്ന് അറിയില്ല, എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ലേ? അപ്പോൾ നമ്മൾ മുതലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. മുതലിൻ്റെ ഫാമിലിക്ക് നമ്മളിവിടെ ഒരു കുളം കണ്ടപ്പോൾ അതിന് മുതലുണ്ടാന്ന് നോക്കാൻ വേണ്ടി പോകണം. അവിടെ മുതൽ ഫിഷാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും കാണും അല്ലേ? ഇത് നമ്മൾ കൂട്ടിയിട്ട് പോകേണ്ട ഒരു പുള്ളിക്കാരൻ. ആ പുള്ളിക്കാരനാണ് നമ്മളെ ഇത് പരിചയപ്പെടുത്തി വിട്ടത്. അതാ വലിയ മുതലൊക്കെ ഉണ്ട്, വലിയ മുതലേ, അതുപോലൊരു സാധനം കിട്ടണം നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും മുതലിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നിട്ടൊരു ചേച്ചി. എന്തായാലും നോക്കാം. ഇത് മുതലല്ലേ, ചിത്രം വേണ്ട, ഏത് റിയലാണ്? ആടാ റിയൽ, പ്രതിഭയല്ലേ? ഓ 50 വയസ്സ് പ്രായമുള്ള മുതലാണ്ടാ. ഞാനിത് ചിത്ര പ്രതിമയാണെന്നല്ലേ വിചാരിച്ചത്. അത് അനങ്ങാതെ കിടക്കണല്ലേ, പാസാറ് പിടിച്ചിട്ടേ. ഇത് ഒരുപാട് വലുത് കൊടുക്കണ ചോദിക്കായിരുന്നു കേട്ടോ. എന്തായാലും വെറുതെ ഇരിക്കട്ടെ. ഓ അതെന്തായാലും മുതലിനെ കാണാൻ വന്നൊരു കാഴ്ച, വലിയ കാഴ്ചയായിപ്പോ അല്ലേ? ഇത് ആമയാണ്, ആമക്കുളം. അതിനുകൊണ്ട് കുഞ്ഞു മുതലുണ്ട് കേട്ടോ, ചെറുത്, വളരെ കുഞ്ഞാ. അപ്പം നമുക്ക് മുതലിനെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നത് എന്ത് ചെയ്യാൻ പറ്റും അതിനെ? അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് നോക്കാമല്ലേ വേറെ സ്ഥലങ്ങൾ നമുക്ക് നല്ല ഇവിടെ കുറേ മുതൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമുക്ക് നോക്കിയിട്ട് പിന്നെ എന്താ വേണ്ടി ചെയ്യാം. അതെ, അങ്ങനെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. അതേ ഫാം തന്നെ വേറൊരു സ്ഥലത്ത്. ഇതെന്താണിത്? ഇത് മുതല കൃഷിയാണല്ലോ ഇത്. ഓ മൈ ഗോഡ്, എല്ലാം ഇറങ്ങി ചാടി ഓടുന്നുണ്ട് കേട്ടാ. ആവശ്യമുള്ളുണ്ട് ഇഷ്ടം പോലെ. ഇതാ ഇഷ്ടം പോലെ ഏട്ടാ, നോക്ക് കിടക്കണ നോക്ക്. ഇതെന്താണിത്?
ഇതെന്താണ് നജീബ് അത്? നജീബേ, ഇത് പകുതി ചെലവെച്ചായിരിക്കും അല്ലേ? ഇതാണ് ശരിക്കും കൃഷി. കൃഷിയില്ലേ? എല്ലാം അങ്ങനെ കിടക്കാണ് കേട്ടത്. അതെ, അത്രേ ഉള്ളൂ. സംസാരിക്കാം, നമുക്ക് സംസാരിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോലുള്ള മുതലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരോട് സംസാരിച്ച് നോക്കാം. ഇതിൽ എന്താ റേറ്റ്, ഇവരെങ്ങനെ തരും, എങ്ങനെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അല്ലേ വിശദമായിട്ട് നമ്മൾ സംസാരിക്കും. ഇത് ഇഷ്ടം പോലെ പറഞ്ഞൊരു 1000-1500 ഉണ്ടാകുന്നു. ചുറ്റും കിടക്കാണ് മൊത്തം ചെടികളുടെയും ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ടേ. ഇത് മുതല കൃഷിയാണ് കേട്ടോ. അത് ഇവർ എന്ത് കാണിക്കാനായിരിക്കും? ഇതിനെയാ? ഫാമാണ്. വരും നോക്കിയേ അല്ലേ? റെസ്റ്റ് എടുക്കാൻ വരികയാണ്. വാ അത് അവിടെ നിന്നാണ് നടന്നു വരുന്നത്. ഇത് മുതല നമ്മൾ കണ്ട് ഞെട്ടി. മുതല കൂടാരത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മളിങ്ങോട്ട് ചാടി എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് ചേട്ടാ. ഫുഡ് ഇവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കില്ലേ? നമ്മളെ ഈ സിനിമയിൽ മാത്രമേ ഈ സാധനത്തിന് കണ്ടിട്ടുള്ളൂ കേട്ടോ. നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? എന്ത് അത് ഇത്രയും ഒരുമിച്ച് കേട്ടോ. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവരോട് സംസാരിക്കാം അല്ലേ? ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഒരു തോർത്ത് മുണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യിലിട്ടിട്ടേ നമ്മുടെ നാട്ടിൽ കന്ന് കച്ചവടം. അതെ, അതുപോലെയാണ് ഇവിടെ കന്ന് കച്ചവടം പോലെയാണ് ഈ പരിപാടി തോന്നുന്നത് എനിക്ക്. ഇഷ്ടംപോലെ കാണുകയാണല്ലോ. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് പുള്ളിക്കാരായിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ മുതലിലേക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു. മുതല അല്ലേ? 10-100 കിലോൻ്റെ 500 കിലോൻ്റെ മുതലാണ്, 600 കിലോൻ്റെ മുതലാണ് അവിടെ കിടക്കുന്നത്. 600 വലിയ സാധനം കേട്ടോ അത്. അതെ. അപ്പോൾ അതൊക്കെ ഇവരുടെയാണ് കേട്ടോ. ഇവരുടെയാണ് ഈ ഫാം. അപ്പോൾ ഇവരോട് സംസാരിച്ചു. അവർ മുതല നമുക്ക് തരാനൊക്കെ റെഡിയാണ്. പക്ഷെ കുറച്ച് കാലതാമസം ഉണ്ടല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഒരു മുതലിനെ ഗ്രില്ല് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യത്തിലുള്ളൊരു മുതലേ നമുക്ക് കിട്ടണം. ഒരു 100 കിലോ ആണ് നമ്മുടെ അല്ലേ ലക്ഷ്യം. ഒരു 100 കിലോൻ്റെ മുതലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരായിട്ട് എന്തായാലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിക്കാം അല്ലേ? അപ്പോൾ അന്വേഷിച്ചിട്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മുതല ഗ്രില്ല് അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ ചുടൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഭാഷ അറിയില്ല കേട്ടോ. ഇവർക്കാണെങ്കിൽ തായ്ലാൻഡ് ഭാഷ അറിയുള്ളൂ. പിന്നെ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാം. മറ്റേ വേറൊരു നമ്മുടെ കൂടെ വന്ന ആ കുട്ടിക്ക് ഇംഗ്ലീഷ് അങ്ങനെ അറിയില്ല. പിന്നെ നജീബ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയാം. ഞാൻ പിന്നെ സംസാരിച്ചത് അവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പിന്നെ അതെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ചിലപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ പോയില്ല. അതെ. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു മുതലയുമായിട്ട് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുള്ള ഒരു അടിപൊളി ഹെവി ഐറ്റംസ് അല്ലേ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലേ? എന്നാലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.